ഗൈസ് അങ്ങനെ നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഗൈസ് നമ്മൾ ഇന്ന് റെഡി ആയിരിക്കുകയാണ്. ഷാനു ഗുഡ് മോർണിംഗ്. നമ്മുടെ തന്നുമായി എത്തിയിരിക്കുകയാണ്. തന്നു അതിന് പാസ്പോർട്ടിൽ എടുത്തിന് അത് ചിലപ്പോൾ പിന്നെ കറൻസി എക്സ്ചേഞ്ച് ചോദിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നതാണെങ്കിൽ ആക്ച്വലി നമ്മളിപ്പോൾ സലാലയിലാണുള്ളത്, ഒമാൻ സലാലയിലാണുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ഖരീഫ് സീസണിൽ പോയിട്ടുള്ള വീഡിയോസാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം കൂടിയാണ് നമ്മൾ സലാലയിലുള്ളത്. പിന്നെ നമ്മൾ തിരിച്ച് ദുബായിക്ക് പോവാണ്. ബാക്കി വിശേഷങ്ങൾ കണ്ടാലോ. മാഷാ അല്ലാഹ്, ഇതാണ് സ്വർഗം. നമ്മളിപ്പോൾ ഉള്ളതാണ് ഷാത്ത് മൗണ്ടൻ, അതായത് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസ് ടു വിസിറ്റ് ഡ്യൂറിങ് ഖരീഫ് സീസൺ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു 1000 മീറ്റർ ഹൈയിലാണ് എത്തിയാൽ ശരിക്കും നമ്മളിപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വാക്കിംഗ് ഇൻ ദ ക്ലൗഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്കിപ്പോൾ വീഡിയോയിൽ എത്ര കാണുന്നുണ്ട് എന്ന് അറിയില്ല, റിയലായി പോയിട്ട് തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ശരിക്കും മാഷാ അല്ലാഹ്, പൊന്നൊക്കെ അവിടെ നിന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ ഓടിക്കളിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് തോന്നിയെന്ന് വെച്ചാൽ ലിറ്ററലി ഇൻസൈഡ് ദ ക്ലൗഡ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ. അതായത് നല്ല കൂൾ ബ്രീസ്, നല്ല ഫോഗിയായി, പിന്നെന്താ പറയണ്ടേ, ഫീൽ ലൈക്ക് എ ഡ്രീം ഓർ നമുക്ക് വേണമെങ്കിൽ ഹെവൻ എന്നൊക്കെ പറയാം. കാരണം നമ്മളെ മനസ്സിലുള്ള സ്വർഗമൊക്കെ ഇങ്ങനെയൊക്കെ അല്ലേ, ഇങ്ങനെ ഫുള്ള് എൻ്റെ മനസ്സിലൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് വീഡിയോസ് അതൊക്കെ എടുത്ത് കളിച്ചു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീസണിൽ, അതായത് ഈ ഒരു ഖരീഫ് സീസണിൽ ഈ ഷാത്ത് മൗണ്ടിനെ ഒരു ഗ്രീൻ പാരഡൈസ് ആയിട്ട് ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുക. അപ്പോൾ ശരിക്കും അതായത് ഒമാനിൽ പോയാൽ, അതായത് സലാലയിൽ പോയാൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണിത്. എന്നാലും ഞങ്ങൾ സത്യം പറഞ്ഞാൽ കുറേ ടൈം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, അവിടുന്ന് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മളിതാ വീണ്ടും കാറി കയറി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഇവിടെ ആക്ച്വലി നമ്മൾ ഒരു ഇങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ വെച്ച് അവിടെ തന്നെ പോകണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ വെറുതെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റോഡ് മാറി വേറെ റോഡിൽ കയറിയാലും അപ്പോഴും നല്ല രസമുണ്ട്. ആ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും ഇങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു. അതായത് നമുക്കൊരിക്കലും തോന്നുന്നുണ്ടായിരുന്നില്ല, അതായത് നമ്മളൊരു മിഡിൽ ഈസ്റ്റ് കൺട്രിയിലാണുള്ളത്. നോക്കിയാൽ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പശുക്കൾ നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന പോലെ റോഡിൻ്റെ മിഡിലൂടെ നടക്കുമായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റോഡ് സൈഡിലേക്ക് മാറി. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതാ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാറ് പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എല്ലാ സൈഡിലും നോക്കിയാലും ഇങ്ങനെ ക്യാമ്പ് ചെയ്യുന്ന കാണാം. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകം നമുക്ക് ഒരു ഏരിയ വേണമെന്നൊന്നുമില്ല, എവിടെ വേണമെങ്കിലും നമുക്കിപ്പോൾ കാറൊന്ന് സൈഡാക്കിയിട്ട് ഇങ്ങനെ ക്യാമ്പ് ചെയ്യാനും നല്ല രസമുണ്ടായിരുന്നു ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ശരിക്കും നമ്മളെ നാട് തന്നെയാണ് തോന്നിയത്. അതായത് ഒരിക്കലും നമുക്കൊരു, ഞാൻ വീണ്ടും വീണ്ടും അത് പറയാണ്, നമുക്കൊരിക്കലും തോന്നില്ല ഇതൊരു ഗൾഫ് കൺട്രി ആണെന്ന്. പൊന്നും ഏകദേശം ഫുൾ ടൈം ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ശരിക്കും നമ്മളിപ്പോൾ കുറേ ടൈമിൽ കാറിലിരുന്നാൽ നമുക്ക് എസ്പെഷ്യലി ഇങ്ങനെ കൈൻഡ് ഓഫ് നമ്മളെ ചൊരയില്ലേ, അതുപോലെ നമ്മളിപ്പോൾ കയറുന്നത് ശരിക്കും വേഗം ടയേർഡാകും. എസ്പെഷ്യലി ഞാനൊക്കെ വേഗം ടയേർഡാകുന്ന ആളാണ്. പക്ഷേ നമുക്കൊന്നും അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായില്ല, ഭയങ്കര ഒരു ഫ്രഷ് ഫീലിംഗ് ആയിരുന്നു. ഐ തിങ്ക് ദാറ്റ്സ് ദ മാജിക് ഓഫ് സലാല ഡ്യൂറിങ് ദ ഖരീഫ് സീസൺ. എങ്ങനെയാണെന്ന് വെച്ചാൽ എവറിത്തിങ് ഫീൽസ് സോ ഫ്രഷ്, പീസ്ഫുൾ ആൻഡ് അലൈവ്. പൊന്നും അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ അയ്യൂബ് നബിയുടെ ടോംബ് കാണാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെയും ആ സെയിം അവസ്ഥ തന്നെയായിരുന്നു. അതായത് മൊത്തം അതായത് ഫോഗി ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു അങ്ങോട്ട് പോകുന്ന ആ ഒരു വേ തന്നെ. പിന്നെ ഇതാ നമുക്ക് പുറത്തിങ്ങനെ കുറേ സ്റ്റോൾസൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കുറേ മലയാളീസുകളുണ്ടായിരുന്നു അവിടെ. തിരൂർ കഫേ ഫുൾ ഫോഗിയായിട്ട് നോക്കിയല്ലേ. ഇതാണ് ഖബർസ്ഥാനി.
സാനു 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 ഇവിടെയുള്ള കാറിന്റെ അവസ്ഥ ഇതാ, ഫുൾ ചളി മണ്ണ്. അങ്ങനെ നമ്മുടെ കാറിന്റെ അവസ്ഥ ഇതാ. അവിടെയും നമ്മൾ സ്റ്റോൾസിലൊക്കെ കയറി ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇതാ നമ്മൾ തിരിച്ചു പോകുമ്പോൾ പിന്നെയും നമുക്ക് കുറച്ച് ഇങ്ങനെ പശുക്കളെ കാണാണ്. ഇവിടെ ശരിക്കും ഇടാൻ പറ്റിയൊരു പാട്ട് അമ്പാടിപ്പയ്യുകൾ മേയും നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി അതൊക്കെ പ്ലേ ചെയ്തിട്ടായിരുന്നു വരുന്നുണ്ടായേ. അപ്പോൾ ഇതൊക്കെയാണ് ആക്ച്വലി നമ്മളുടെ സലാലയിലെ വിശേഷങ്ങൾ. ശരിക്കും നന്നായി എൻജോയ് ചെയ്തു. പിന്നെ ഇതിന് ശേഷം പിന്നെ നമ്മൾ പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഈവനിങ് ആയപ്പോൾ നമ്മൾ പിന്നെ ഷോപ്പിംഗ് മോളിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി. പിന്നെ എന്താണെന്നൊക്കെ അറിയണ്ടേ സലാലയിലുള്ള ഷോപ്പിംഗ് മോളൊക്കെ. ഇത് ആക്ച്വലി നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. അതായത് 8:30 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് ദുബായിക്ക് പോവാണ്. 12 ബസ്സാണ് കാണിക്കുന്നത്. അതായത് 1200 സംതിങ് കിലോമീറ്റേഴ്സ് ഉണ്ട് ഇനി നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സലാലയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓരോ യാത്ര കഴിയുമ്പോഴും നമ്മളെപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, അതായത് ഇനിയും ഒരുപാട് ഇങ്ങനെ യാത്ര പോകാൻ പറ്റട്ടെ. അങ്ങനെ ഇപ്പോഴും അങ്ങനെ ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് നല്ല യാത്രാ വിശേഷങ്ങളുമായി വരുന്നത് വരെ മസലാമ.